Hi guys, Brains in a പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിമി പാം കുറച്ചധികം ഒരു 3-4 വീഡിയോ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫിമി പാമിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ സാധനത്തിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു സ്ക്രീൻ വഴിയാണ്, ടച്ച് കൺട്രോൾ വഴിയാണ് ചെയ്യുന്നത്. പൊക്കത്തുനിന്ന് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴും പിടിക്കുമ്പോഴൊക്കെയാണ് ഓരോ ഫീച്ചേഴ്സ് മാറുന്നത്. സോ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയുടെ അൺബോക്സിങ് വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസ് മാത്രം, നോർമൽ വീഡിയോസ് 4K 2K എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇത്തിരി ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അധികം ഡിലേ അടുപ്പിക്കുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിലേക്ക് പോകാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിമി പാമിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കാര്യം അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും അനുസരിച്ച് ഈ വീഡിയോയുടെ ലെങ്ത് എത്ര വേണമെങ്കിലും കൂടാം. സോ നമ്മുടെ ഫിമി പാമിൽ നമുക്ക് ഉള്ള ഫീച്ചേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടച്ച് കൺട്രോളാണ്. സോ നമുക്ക് പൊക്കത്തുനിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സുകളിലേക്ക് പോവാം. അതുപോലെ തന്നെ താഴത്തുനിന്ന് പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീഡിയ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള സ്വൈപ്പിനുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ മോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് ഫോർ എക്സാമ്പിൾ കാണിച്ചിട്ട് ഇപ്പോൾ വീഡിയോ മോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മോഡിലേക്ക് വരും. അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പനോരമ, അതിനുശേഷം ടൈം ലാപ്സ്, അതിനുശേഷം സ്ലോ മോഷൻ, പിന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് വരും. അത് തന്നെയാണ് സെയിം ഫങ്ഷൻ തിരിച്ചും നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ സ്വൈപ്പിലാണ് ആ കൺട്രോൾസ് ഇരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി തന്നെ. അതുപോലെ തന്നെ പിന്നീടുള്ള കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ ഉള്ളതാണ്. ഈ ക്യാമറയുടെ പോർഷൻ കാണുന്നുണ്ടോ, 4K 30, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ 2.7K 60 48 30 അങ്ങനെ നമുക്ക് ഓപ്ഷൻ 1080 24 ഫ്രെയിംസിൻ്റെ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് പിക്ചർ ക്വാളിറ്റി സെറ്റ് ചെയ്യാം, ഫൈനും സൂപ്പർ ഫൈനും. അതുപോലെ തന്നെ കളറിനുള്ള ഓപ്ഷനുണ്ട്, നാച്ചുറലും എഫ്ലോഗും. നമുക്ക് നാച്ചുറലിൽ തന്നെ ഇടാം. അതുപോലെ തന്നെ മൈക്ക് നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹൈ ലോ മ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈയിൽ ഇടാം മൈക്ക്. നമുക്ക് ബാക്ക് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ബട്ടൺ തന്നെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇതിലുള്ള ഫങ്ഷൻസ്. പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന ഈ ഫങ്ഷൻ ബട്ടൺ, സെറ്റിങ്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ISO കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിലോട്ട് പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എടുക്കണം, അല്ലെ എല്ലാ ഫങ്ഷൻസും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കത്തുനിന്ന് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ വരുന്ന ഓപ്ഷൻസാണ് ഫോളോ മീ. അതായത് ഇപ്പോൾ നമ്മുടെ ഗിംബിൾ ഉള്ളത് ഫോളോ മീയിലാണ്. അതായത് എൻ്റെ ഗിംബിൾ ഞാൻ എങ്ങോട്ട് തിരിക്കുന്നോ അതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. താഴത്തേക്കാക്കിയാൽ താഴത്തേക്ക് പോകും, പൊക്കത്തോട്ടാക്കിയാൽ പൊക്കത്തേക്ക് ഗിംബിൾ മൂവ് ചെയ്യും. അതാണ് ഫോളോ മോഡ്. അപ്പോൾ നമുക്ക് ഇത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പല മോഡിലേക്ക് പോകും. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FPV മോഡിലേക്ക് പോകും. അതുപോലെ തന്നെ പിച്ച് ലോക്ക് മോഡിലേക്ക് പോകും. പിച്ച് ലോക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. പിച്ച് ലോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഗിംബിൾ ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ പിച്ച് ലോക്ക് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് ലോക്കായി. അതായത് നമ്മൾ എങ്ങനെ അനക്കിയാലൊന്നും ക്യാമറയുടെ ആ ഒരു പൊസിഷൻ മാറില്ല. അതാണ് പിച്ച് ലോക്ക്. സോ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിവിടെ പോവാം. ഗിംബിൾ ലോക്ക് ഉണ്ട്. ഗിംബിൾ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫങ്ഷൻ ലോക്കാവും. കണ്ടോ, നേരത്തെ നമുക്ക് സൈഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ സൈഡിലേക്ക് പോകുമായിരുന്നു, ഇപ്പോൾ അതും പോവില്ല. കണ്ടോ, ഫുൾ ലോക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതാണ് ആ ഫങ്ഷനാലിറ്റി. സോ നമുക്കത് വീണ്ടും ഫുൾ ഫോളോ മോഡിലേക്ക് ഇടാം. അതിനുശേഷമുള്ള ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാലാണ് വൈഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് അൾട്രാ വൈഡ് ഉണ്ട്, സൂപ്പർ സ്കോപ്പ് ഉണ്ട്, നാരോയും ഉണ്ട്. ഇപ്പോൾ ഉള്ളത് അൾട്രാ വൈഡിലാണ്. നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ നമുക്ക് നാരോയിലോട്ടായി. സോ നമ്മുടെ നാരോയിലോട്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫോർമാറ്റ് 1080p 30 അപ്പോൾ നാരോയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 1080p 30 ആണ്. സോ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെയും തിരിച്ചു പോയിട്ട് നാരോ മാറ്റി സൂപ്പർ സ്കോപ്പിലിടാം. സൂപ്പർ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈഡായിരിക്കും. അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടു, നോർമൽ ഉണ്ടായിരുന്നതിനേക്കാളും വൈഡാണ്. അപ്പോൾ കമ്പാരിസന് വേണ്ടി നമുക്ക് ഒന്നും കൂടെ നോക്കാം. സൂപ്പർ സ്കോപ്പ് മാറ്റി അൾട്രാ വൈഡിലിടാം. സോ അൾട്രാ വൈഡ് അത്യാവശ്യം കുഴപ്പമില്ല. സൂപ്പർ സ്കോപ്പിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വൈഡാക്കി കളയും.
സോ നമുക്ക് വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നാരോ, സൂപ്പർ സ്കോപ്പ്, അൾട്രാ വൈഡ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും അൾട്രാ വൈഡ് അല്ലെങ്കിൽ സൂപ്പർ സ്കോപ്പ് ആയിരിക്കും. നമുക്കെന്തായാലും നമുക്ക് തൽക്കാലം അതിപ്പോൾ നമുക്ക് അൾട്രാ വൈഡിൽ തന്നെ കിടക്കട്ടെ. സോ ആ സെറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള സെറ്റിങ്സ് പറഞ്ഞാൽ ക്യാമറയുടെ സെറ്റിങ്സാണ്. ക്യാമറയുടെ സെറ്റിങ്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഫോർമാറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. JPGയും J+D ആണ് ഉള്ളത്. അതല്ലാതെ നമുക്ക് മീറ്ററിംഗ് മോഡുണ്ട്. മീറ്ററിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ കോഡക്കും വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് ഐ ആംഗിളും നമുക്ക് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആക്കാനുള്ള ഇതുകൊണ്ട് ഫിഷ് ഐ ആംഗിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് ഐ മോഡലായിരിക്കും കിട്ടണം. കണ്ട സൈഡൊക്കെ ഇതായിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലാക്കും. ഓക്കെ, സോ അത്രയാണ് ആ സെറ്റിങ്സ്. അത് കഴിഞ്ഞാലും പിന്നീടുള്ളത് ഗിംബിളിൻ്റെ സെറ്റിങ്സ് ആണ്. അതിൽ നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയ്സ്റ്റിക്കിൻ്റെ സ്പീഡ്, നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോരം സ്പീഡിൽ പോകണം എന്നുള്ളതും ഫോളോ ചെയ്യുന്നതിൻ്റെ സ്പീഡും നമുക്ക് കാലിബ്രേഷൻ ഇപ്പോൾ ഓൾറെഡി ഓക്കെയാണ്, അതുകൊണ്ടാണ് ടിക്ക് കാണിക്കുന്നത്. പിന്നെ ഹൊറൈസൺ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ആംഗിൾ എങ്ങോട്ടും ചരിഞ്ഞിരിക്കുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് താഴത്തോട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ സെറ്റിങ്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതല്ലാതെ നമുക്കുള്ള ബാക്കിയുള്ള സെറ്റിങ്സിലേക്കും കൂടെ പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗിംബിൾ സെറ്റിങ്സിലാണ്. അത് കഴിഞ്ഞാൽ സിസ്റ്റം സെറ്റിങ്സും ഉണ്ട്. അത്രയും കാര്യങ്ങളാണുള്ളത്. സിസ്റ്റം സെറ്റിങ്സിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പവർ ഓഫ്, ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബൂട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ബൂട്ട് വീഡിയോ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗിംബിൾ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഓണായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെക്കോർഡിംഗ് മോഡിലേക്ക് പോകും. അതാണ് ഈ ബൂട്ട് വീഡിയോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനും കാര്യങ്ങളുടെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബീപ്പ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ബീപ്പ് ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബീപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് കാണിക്കും. അതുപോലെ പിന്നെയുള്ളത് ഡിവൈസ് ഇൻഫോ, ലാംഗ്വേജ് നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതാണ് ഇതിന് ജനറൽ സെറ്റിങ്സ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പൊക്കത്തും താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെറ്റിങ്സ് വേണം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് വൈഫൈയുടെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വൈഫൈ ഓഫാണ്. ഇതിൽ ഒരു പ്രാവശ്യം കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ ഓൺ ആവും. 5.8 GHz. ഒരു പ്രാവശ്യം കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2.4 അപ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്ത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. ബ്രൈറ്റ്നസ് ഇപ്പോൾ കണ്ടോ, ലോവസ്റ്റ്, മീഡിയം, ഹൈ, ഇത്രയാണ് ബ്രൈറ്റ്നസ് മോഡുള്ളത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നമുക്ക് എന്താ പറയുക 2-3 മോഡുണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ഇതാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എടുത്തിട്ടും ഡിസ്പ്ലേ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വീഡിയോനെ ഫുള്ളായിട്ട് എന്താ പറഞ്ഞാൽ ഫുൾ സ്ക്രീനിലേക്ക് ക്രോപ്പ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കറക്റ്റ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരു പ്രാവശ്യം കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ മോഡ് കാണിക്കും, അതിലിടുക. അപ്പോൾ നമുക്ക് എന്തോരം നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ഏരിയ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നീട് നമുക്ക് നമ്മുടെ ഫയൽ കാര്യങ്ങൾ, നമ്മൾ എടുത്ത റെക്കോർഡിങ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തുനിന്ന് പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ, നമ്മൾ എടുത്ത ഓരോ വീഡിയോയും കാണാൻ പറ്റും. അതിനനുസരിച്ച് തന്നെ ഇവിടെ ഒരു നമ്പറും ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ടാണ്. ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കാം. കണ്ടോ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, 1 to 31 എന്ന് കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ ചില സമയത്ത് ഇതിൻ്റെ ടച്ച് കൺട്രോൾ അത്ര ഇതല്ല, സ്മൂത്ത് അല്ല. സോ അതാണ് ഇതിനകത്തുള്ള ഫങ്ഷൻ ഉണ്ടോ. ഇപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നീക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത വീഡിയോ ഒരെണ്ണം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്വൈപ്പ് പൊക്കത്തോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. നമ്മളിപ്പോൾ തൽക്കാലം ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ നിന്ന് തന്നെ പ്ലേ ബാക്കും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത്രയുള്ള സെറ്റിങ്സ്. നമുക്ക് ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പവർ ബട്ടൺ ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിമി ഫാമിൽ ബേസിക് ആയിട്ട് വരുന്ന ഫങ്ഷൻസ്. ഞാൻ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജോയ്സ്റ്റിക്ക് കൺട്രോൾസ് എല്ലാം പറഞ്ഞ പോലെ തന്നെ നോർമൽ കൺട്രോൾസ് ആണ്. അതുപോലെ തന്നെ ഞാൻ പൊക്കത്തോട്ട് ആക്കാം, താഴത്തോട്ട് ആക്കാം. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ടാപ്പിൽ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ
നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കുള്ളത് കണ്ടോ, നമുക്ക് സൂമാണുള്ളത്. ഇപ്പോൾ 3x സൂം ഉണ്ട്. പക്ഷേ ഈ സൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ സൂമാണ്. അപ്പോൾ എത്രത്തോളം നന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് ആയി കഴിഞ്ഞാൽ എക്സ്പോഷർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മോഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് ബട്ടൺ ഒരു 2 സെക്കൻഡ് പിടിച്ച് വെക്കുക. അത് കഴിഞ്ഞാൽ അത് പോകും കേട്ടോ. ഇപ്പോൾ നമ്മുടെ നോർമൽ ഇതിലേക്കായി ഗിംബിളുടെ മൂവ്മെൻറ്റിലേക്കായി ജോയ്സ്റ്റിക്ക്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഫിമി പാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. അൺബോക്സിങ്ങും ഒരു വീഡിയോ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസും എൻ്റെ ഒരു വ്യൂ പോയിന്റും വെച്ചിട്ടുള്ള ഒരു ഫൈനൽ വീഡിയോ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിമി പാമ്പിൻ്റെ ഏകദേശം വീഡിയോകൾ കഴിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് AliExpressൽ നിന്നാണ്. അതിൻ്റെ എല്ലാം വീഡിയോസ് എന്തായാലും ഞാൻ ലിങ്ക് ചെയ്തിടാം. മാക്സിമം ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ. സോ എന്തായാലും നെക്സ്റ്റ് വീക്ക് എന്തായാലും വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.